ബിഗ് ബോസ് മലയാളം സീസൺ 7 കിരീട പോരാട്ടത്തിന് അവസാനമായിരിക്കുന്നു. നവംബർ 9 നടന്ന ഗ്രാൻഡ് ഫിനാലെയിലൂടെ ഈ സീസണിന്റെ വിന്നറെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ബിഗ് ബോസിന്റെ ഫിനാലെ വീക്കിലേക്ക് 7 മത്സരാർത്ഥികളാണ് എത്തിയത്. അതിൽ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായി ആദിലയും പിന്നീട് നൂറയും ബിഗ് ബോസ് വീടിന് പുറത്തായി. ശേഷിക്കുന്ന ഫൈനൽ 5-ൽ ടോപ്പ് 5 മത്സരാർത്ഥിയായി നെവിനും, ടോപ്പ് 4 മത്സരാർത്ഥിയായി അക്ബറും, ടോപ്പ് 3 ആയി ഷാനവാസും ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റഡ് ആയി. ടോപ്പ് 2-ന്റെ ഭാഗമായ അനീഷിനെയും അനുമോളെയും ബിഗ് ബോസ് വീട്ടിലെത്തി ലാലേട്ടൻ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ആനയിച്ചു. അവിടെ വെച്ച് പ്രേക്ഷക വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുമോളെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി ലാലേട്ടൻ പ്രഖ്യാപിച്ചു. ഒപ്പം അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7 റണ്ണറപ്പായി. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ നിരവധി പുതുമകൾ കൊണ്ടുവന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7. 7ന്റെ പണികൾ എന്ന ടാഗ് ലൈനോടെ ബിഗ് ബോസ് ആരംഭിച്ച സീസണിൽ വിന്നറായി അനുമോൾ എത്തുന്നു. ബിഗ് ബോസ് വീടിനുള്ളിൽ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അനുമോൾ കിരീടം ചൂടുന്നത്. അതേസമയം ഫസ്റ്റ് റണ്ണറപ്പായി എത്തിയ അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് ഒരു കോമണർ മത്സരാർത്ഥിയായിട്ടാണ്. ആദ്യ ആഴ്ചകൾ മുതൽ ക്രമമായി വോട്ടിംഗ് ഷെയർ കൂട്ടി പ്രേക്ഷകരുമായി കണക്ട് ചെയ്ത് ഒരു വൻ ഫാൻ ബേസ് സൃഷ്ടിക്കുന്നതിൽ അനീഷ് വിജയിച്ചു. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോമണർ മത്സരാർത്ഥി ബിഗ് ബോസ് ഫൈനൽ 5-ന്റെ ഭാഗമാകുന്നതും റണ്ണറപ്പ് ആകുന്നതും. ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 കിരീടം അനുമോൾക്ക് തന്നെ. ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന നിലയിൽ ഈ സീസണെക്കുറിച്ചും ഫൈനൽ 5-നെക്കുറിച്ചും വിജയിയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് സഭ്യമായി കമന്റ് ചെയ്യൂ.